Very good morning to all. Today we are going to discuss a new topic on pointers in C. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നു, അതെല്ലാം പഠിപ്പിച്ചു. ഇനി ഫങ്ഷൻസിന്റെ ബാക്കി ഫ്രണ്ടിലോട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് പോയിന്റേഴ്സിന്റെ കൺസെപ്റ്റ് കൂടി ക്ലിയർ ആയതിനു ശേഷം പോയാൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. സോ today we are going to discuss about pointers in C. ഒരു വേരിയബിൾ, അതായത് പോയിന്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, whose value is the address of another variable. സാധാരണ രീതിയിൽ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് ചില പർട്ടിക്കുലർ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഒരു വേരിയബിൾ ഇന്റിജർ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇന്റ് എ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ, ദ എ എന്ന് പറയുന്ന വേരിയബിൾ വിൽ ബി യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ആൻ ഇന്റിജർ വാല്യൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ പോയിന്റർ വേരിയബിൾ ആയിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ച്വലി സ്റ്റോർ ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഇൻ ജനറൽ ഇറ്റ് വിൽ സ്റ്റോർ ആൻ അഡ്രസ് ലൊക്കേഷൻ, നോട്ട് എ വാല്യൂ. ഇനി പോയിന്റർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ആണ്. നമ്മൾ ഡ്യൂറിംഗ് ദി ഇൻട്രൊഡക്ടറി സെഷൻസ് ഡേറ്റ ടൈപ്സിനെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. There are two type of data types. First one is the basic data type, second one is the derived data type. So pointer എന്ന് പറയുന്നത് is an example for a derived data type. Now, like any variable or constant, a variable must be declared as a pointer before using it to store any variable address. അതായത് ബാക്കി ഏതൊരു വേരിയബിളും യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് പോയിന്റർ വേരിയബിളും യൂസ് ചെയ്യേണ്ടത്. സോ ഒരു പോയിന്റർ വേരിയബിൾ ആയിട്ട് ഒരു വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡിക്ലെയർഡ് ആസ് എ പോയിന്റർ. അതായത് നമ്മളൊരു വേരിയബിളിനെ പോയിന്റർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പോയിന്റർ ഈസ് ടു store the address location. So pointer ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ first you have to define that particular variable as a pointer variable. Then only you can store the corresponding address. ഇനി പല ടൈപ്പ് ഓഫ് എന്താണ് ഡാറ്റ ടൈപ്സ് നമ്മൾ പോയിന്റർ വേരിയബിൾസിന് യൂസ് ചെയ്യും. ഇന്റ്, ഫ്ലോട്ട്, ചാർ, ഡബിൾ, അങ്ങനെ എല്ലാ ബേസിക് ഡാറ്റ ടൈപ്സും യൂസ് ചെയ്ത് നമ്മൾ പോയിന്റർ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാറുണ്ട്. പക്ഷെ in actual case, data type for the value of all pointers will be the same. അതായത് ഏതൊരു ടൈപ്പ് ആയിട്ടാണ് നമ്മൾ പോയിന്റർ ഡിഫൈൻ ചെയ്യുന്നതെങ്കിലും ഇൻ ബാക്ക് എൻഡിൽ ഇതിന്റെ എല്ലാം ഡേറ്റ ടൈപ്പ് സെയിം തന്നെ ആയിരിക്കും. ഇറ്റ് വിൽ സ്റ്റോർ എ ലോങ് ഹെക്സാഡെസിമൽ നമ്പർ വിച്ച് വിൽ റെപ്രസെന്റ് എ മെമ്മറി അഡ്രസ്. അതായത് ഇപ്പോൾ ഒരു പോയിന്റർ വേരിയബിളിനെ ക്യാരക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്താലും what it is actually going to do is it is going to store a memory address which is going to be a hexadecimal number. Even if you denote it as a float also, it is going to store a long hexadecimal number which represents a memory address. Examples vechi parayam. The difference between pointers of different data types is that the data type of the variable or constant that is the pointer points to. Ini അത് എക്സാമ്പിൾ വെച്ച് പറയുന്നതായിരിക്കും കൂടെ. സി, ഡിക്ലറേഷൻ ഒരു പോയിന്റർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് ഈസ് ബൈ യൂസിങ് ഡേറ്റ ടൈപ്പ്, ദെൻ പുട്ട് എ സ്റ്റാർ സിംബൽ, ദെൻ പോയിന്റർ നെയിം. ദിസ് സ്റ്റാർ സിംബൽ ഓർ വി കോൾ ഇറ്റ് ആസ് ആസ്റ്ററിസ്ക് tells that the pointer name is actually the ptr name variable is actually a pointer variable. അതായത് സാധാരണ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം ഓർ var name അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് എ പോയിന്റർ വേരിയബിൾ, ബിഫോർ ദി നെയിം ഓഫ് ദി വേരിയബിൾ യു പുട്ട് എ സ്റ്റാർ ഓർ ആസ്റ്ററിസ്ക് സൈൻ. സോ ദിസ് ആസ്റ്ററിസ്ക് ടെൽസ് ദാറ്റ് ദി ptr വേരിയബിൾ or the ptr name എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ is actually a pointer variable which stores the memory location. Now, ptr name needs a memory location and ptr name points to a variable of type data type. Example, int star a. Int star a എന്ന് പറയുന്നത് a is a pointer variable which holds the memory location of a integer.
double star b means b is a pointer variable which is going to store the address of a double variable of data type double. Float star of means pointer to a float. Char star ch is equivalent to pointer of a character. So നേരത്തെ പറഞ്ഞതുപോലെ ch ഇപ്പം char star ch എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ it will actually do not store any characters. ch will not store any characters, but ch will store the memory location of some character variable. അതാണ് ശരിക്കും ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So that's what I said. Difference between pointers of different data types is that data type of the variable or constant is the pointer that points to. അതായത് pointer variable ഏത് ടൈപ്പ് ഓഫ് വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷൻ ആണ് പോയിന്റ് ചെയ്തത് ആ ടൈപ്പ് ആണ് പോയിന്ററിന്റെ ഡേറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. So data type of a pointer variable does not directly give you the data type of that particular variable. മനസ്സിലായില്ലേ? അതായത് പോയിന്റർ വേരിയബിളിൽ നമ്മൾ എന്ത് ടൈപ്പ് ഡിഫൈൻ ചെയ്താലും അത് ഏത് വേരിയബിളിന്റെ അഡ്രസ് ആണോ സ്റ്റോർ ചെയ്യുന്നത് ആ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇൻ ആക്ച്വൽ കേസ് പോയിന്ററിനകത്ത് സ്റ്റോർ ആകുന്നത് ഈസ് എ ലോങ് ഹെക്സാഡെസിമൽ നമ്പർ ദാറ്റ് റെപ്രസെന്റ്സ് എ മെമ്മറി അഡ്രസ്. ഇനി these are the various benefits of pointers. Pointers are most effective in handling arrays and data tables. എപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് array is nothing but a collection of data variables of same data type on consecutive memory locations. അതിന്റെ തന്നെ വേറൊരു ഫോമാണ് ജനറലൈസ്ഡ് ഫോമാണ് ഡാറ്റ ടേബിൾ. സോ അത് ഇഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് we can make use of pointers. And pointers can be used for returning multiple values from a function via function argument. നമ്മൾ ഫങ്ഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഫംഗ്ഷന് ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഇഫ് യു വാണ്ട് ടു റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂസ് for a function, say for example if you want to return an array directly, it is not possible, but it can be made possible by using pointers. Next, permits references to functions, thereby facilitating passing of functions as arguments to another functions. വേറൊന്നുമില്ല, നമ്മൾ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് പഠിക്കുമ്പോൾ we will discuss this in detail. Now, use of pointer arrays to character strings resulting in saving of data storage in memory. Character മാത്രമല്ല ഏത് ടൈപ്പ് ഓഫ് അറേ ആയാലും ഇപ്പോൾ നമുക്കൊരു അറേ നോൺ ഡിഫൈൻഡ് ആയിട്ടൊരു സൈസ് ആയിട്ടുള്ള ഒരു അറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് ഓർ ആക്സസ് ദോസ് അറേസ് ബൈ യൂസിംഗ് ദെയർ മെമ്മറി ലൊക്കേഷൻ സോ ദാറ്റ് വി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ഡേറ്റ സ്റ്റോറേജ്. ഇനിയുള്ളത് allows dynamic memory management that you will study later. എങ്ങനെയാണ് ഡൈനാമിക് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നത്, ഡീഅലൊക്കേറ്റ് ചെയ്യുന്നത്, റീഅലൊക്കേറ്റ് ചെയ്യുന്നത്, അതെല്ലാം പഠിക്കും. Then provides an efficient tool for manipulating dynamic data structures like structures, linked lists, queues, stacks and trees. പിന്നെ reduces length and complexity of programs. ചില പ്രോഗ്രാംസിൽ നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്താണ് വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് അക്സസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ it will drastically help in reducing the length as well as complexity. Now, the last increases the execution speed, reduces execution time. വേറൊന്നും കൊണ്ടല്ല, ഒരു വേരിയബിളിനെ നമ്മൾ ഡയറക്റ്റ് മെമ്മറി അഡ്രസ് കൊണ്ടാണ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബൈ യൂസിങ് പോയിന്റേഴ്സ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദി ടൈം ഓഫ് ദി എക്സിക്യൂഷൻ. വേറൊന്നും കൊണ്ടല്ല, ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇഫ് യു കോൾ ദി വാല്യൂ ഓഫ് എ വേരിയബിൾ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് ഈസ് ദാറ്റ് ആദ്യം ആ വാല്യൂ ഏത് വേരിയബിൾ ആണ് നമ്മൾ കോൾ ചെയ്യുന്നതെന്ന് കമ്പൈലർ നോക്കും. ദെൻ വാട്ട് ദി സിസ്റ്റം വിൽ ഡു ഈസ് ഇറ്റ് വിൽ ചെക്ക് ഫോർ ദി അഡ്രസ് ലൊക്കേഷൻ ഓഫ് ദ വേരിയബിൾ. ദെൻ ഇറ്റ് വിൽ ഗോ ടു ദ പർട്ടിക്കുലർ അഡ്രസ് ലൊക്കേഷൻ, ടേക്ക് ദ വാല്യൂ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ്. അപ്പൊ ഇത്രയും പ്രോസസ്സസ് വേണ്ടി വരത്തില്ല ഇഫ് യു ഡയറക്ട്ലി ഗീവ് ദി അഡ്രസ് ലൊക്കേഷൻ. സോ ബൈ യൂസിങ് പോയിന്റേഴ്സ്
ഒത്തിരി ഡേറ്റാസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസസ് ദി എക്സിക്യൂഷൻ സ്പീഡ്. നെക്സ്റ്റ് ഈസ് ആക്സസിങ് ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ. എങ്ങനെ ഒരു വേരിയബിളിന്റെ അഡ്രസ് നമുക്ക് ആക്സസ് ചെയ്യാം? ആക്ച്വൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓരോ വേരിയബിളിനും സിസ്റ്റം ഡിപെൻഡന്റ് ആയിരിക്കും. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കമ്പ്യൂട്ടേഴ്സ് ടു കമ്പ്യൂട്ടേഴ്സ്, ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഈവൻ ചില കേസസിൽ പല IDEs യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും, പല റേഞ്ച് ഓഫ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ഈ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ആകുന്നത്. അഡ്രസ് ഓഫ് ഈച്ച് വേരിയബിൾ ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂസിംഗ് ആംപർസാൻഡ് ഓർ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. This and is called as an ampersand operator. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എവിടെയായിരിക്കും ഒന്ന് ഗസ് ചെയ്യാമോ? In your scanf function you have used this ampersand operator. %d ampersand num അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ? സോ അത് ഞാൻ അന്ന് പറഞ്ഞതാണ്. സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഏത് അഡ്രസ്സിലേക്കാണ് അത് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നത് ഓർ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത്. സോ ആ അഡ്രസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംപർസാൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഭാഗം പേർക്കും അത് ഓർമ്മ കാണത്തില്ല. സോ ഒരു വേരിയബിളിന്റെ അഡ്രസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ യൂസിംഗ് ആംപർസാൻഡ് ഓപ്പറേറ്റർ. ആംപർസാൻഡ് ഓപ്പറേറ്റർ മേ ഓൾസോ ബി ടേംഡ് as അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. Then ampersand operator immediately preceding a variable returns the address of the variable associated with it. Example, okay, initialization kuda parayumbol adinte kude ampersand operator inde example paranjapol. Next is initialization of a pointer variable. പോയിന്റർ വേരിയബിൾ ബാക്കി ഏതൊരു എന്താണ് സാധാരണ നോർമൽ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യും പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇനിഷ്യലൈസേഷൻ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഹിയർ ഇനിഷ്യലൈസേഷൻ ക്യാൻ ബി ഡൺ ബൈ യൂസിംഗ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഓൺലി. എക്സാമ്പിൾ 1 ഇൻ സ്റ്റാർ ptr ഈക്വൽസ് 5600. ഇവിടെ സ്റ്റാർ ptr എന്ന് പറയുന്നത് ptr is the pointer variable. Star ptr will be actually giving the value of the address location which is given as 5600. ഇവിടെ നമ്മൾ 5600 എന്ന് പറയുന്ന ഒരു വാല്യൂ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ് ആണ് ഇൻപുട്ട് ചെയ്യുന്നത് വിത്തൗട്ട് ബൈ യൂസിംഗ് എ സെക്കൻഡറി വേരിയബിൾ. Now in the example 2 here I have written int var equals 20. That means I have declared the variable naming var having data type integer and I have initialized it with number 20. Then declaration of the pointer variable ip int star ip. Then ഈ ip എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്മൾ varന്റെ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. That is by using this line ip equals ampersand var. Directly var will give you the content of the variable and ampersand var will give you the address of that particular variable. So direct var നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ it will give the എന്താണ് value of the variable, whereas ampersand var ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ it will give the address of the variable. So this is another way of initializing a pointer variable. Here var is the integer variable, ip is the pointer variable which stores the address of the integer, which is also called as an integer pointer. That's why I written it as ip. ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്റിജർ പോയിന്ററിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ip എന്ന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. It is also possible to combine declaration of variables, data variable and declaration and initialization of pointer variable in a single step. അതായത് നമ്മൾ നോർമൽ പ്രോഗ്രാംസിൽ if you have 3 variables say a, b and c, if you want to declare those variables and initialize it in the same line, we can write it as int a equal to 5, b equal to 6, c equal to 7. ആ രീതിയിൽ നമുക്ക് ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ പോസിബിൾ ആണ്. സിമിലർലി ഒരു ഡേറ്റ വേരിയബിളിന്റെ ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ
declaration and initialization of the pointer variable is also possible. In this case, തൊട്ട് മുന്നേ നമ്മൾ we used int var, then int star p, then on the third line we used ip star ip, then in the third line only we used ip equals ampersand var. ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വരിയിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. How? Int var comma then star ip equals or asterisk ip equals ampersand var. So this means you are declaring a variable var, then you are declaring an integer variable ip, and you are initializing it with the address of integer variable var. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ always target data variable is to be declared first. അതായത് ഈ കേസിൽ ഞാൻ int var comma star ip equals ampersand var, അതായത് ആദ്യം ഞാൻ ഡേറ്റ വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് ഇന്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അഡ്രസ് ഇനിഷ്യലൈസ് ചെയ്തത്. ദിസ് ഈസ് ദി കറക്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇത് ഒരിക്കലും തിരിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് ഈസ് int star ip equals ampersand var comma var എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റോങ്. ദിസ് ഈസ് ആൻ ഇല്ലീഗൽ ഓപ്പറേഷൻ. വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഒരു സേ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ ഒരു ലൈൻ നമ്മുടെ കമ്പൈലർ എൻകൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് കമ്പൈലർ വിൽ ഡു ഈസ് ബിഫോർ ദി കോമ യു ഹാവ് var. സോ int var when it is encountered it will എന്താണ് create a memory, it will create a variable var with a memory location, and next when it encounters star ip എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടിയിട്ട് ഇന്റിജർ പോയിന്റർ വേരിയബിളിന് വേണ്ടിയിട്ടും ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ദെൻ എന്നിട്ട് അതിനകത്ത് var എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യും. ഇൻ ദ സെക്കൻഡ് ലൈൻ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് ip എന്ന് പറയുന്നൊരു pointer variable will be created and address of the data variable is going to be stored. But the problem is the data variable is not defined before that. Data variable is actually defined after the declaration and initialization of our pointer variable. So ഇത്രയും പ്രശ്നം ഈ ഒരു star ip comma var എന്ന് മാത്രം എഴുതിയാൽ പ്രശ്നമില്ല. പക്ഷെ in star ip equals ampersand var എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, so before this statement, before the address calling statement, the variable var must be declared. അതായത് ഈ var എന്ന് പറയുന്ന വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അതിന്റെ അഡ്രസ് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. Why? Because of the simple fact that only if a variable is declared, then only it will be allocated some memory location. അല്ലേ? So ഡിക്ലെയർ ചെയ്യാത്ത വേരിയബിളിന് മെമ്മറി ലൊക്കേഷനും കാണത്തില്ല. Due to this simple fact, the second type of എന്താണ് declaration and initialization is actually not valid. Next, we are going to discuss about how to access a variable through its pointer. ഒരു പോയിന്റർ ഒരു അഡ്രസ് ലൊക്കേഷൻ വെച്ചിട്ട് ഒരു വേരിയബിളിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. This can be done by using indirection or dereferencing operator, which is the asterisk symbol. Indirection operator is also a unary operator similar to that of the ampersand. This may be termed as the value of operator. ഈ റൈറ്റ് സൈഡിലുള്ള ഒരു പീസ് ഓഫ് കോഡ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. Here I am declaring two variables var and n. Okay, then I am declaring an integer variable ip, pointer variable ip. Var I am setting the value as 20. The objective is to copy the value of the variable var to n by using pointers. So what is actually being done is n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് var എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കോപ്പി ചെയ്യണം. നോർമൽ കേസിൽ വാട്ട് വി വിൽ ഡു ഈസ് n ഈക്വൽസ് var. പക്ഷേ പോയിന്റേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെ ആ വാല്യൂ കോപ്പി ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. So first what I did was I
obtained the address location of the variable var and stored it in integer pointer variable ip by using the statement ip equals ampersand var. Okay. Then after that, I used the statement n equals star ip. Here, star ip will have the address location of var. Star ip will give the value stored in the address location of what is being stored in ip. അതായത് ip യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് var എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ലൊക്കേഷൻ ആണ്. Star ip will return you whatever value is being stored in that particular address location. So var എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ലൊക്കേഷൻ സേ ഫോർ എക്സാമ്പിൾ 1000 ആണെന്ന് വിചാരിക്കുക. So ip equals ampersand var will store 1000 value 1000 in ip. Star ip will give what is there in the address location 1000 to the variable n. That means 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ വേറെ ഒന്നുമല്ല, the value 20 is being stored. So n equals star ip will assign the value 20 into variable n. So this is just a typical example for showing the use or accessing of a variable through its pointer variable. Detailed ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ var is our normal variable whose value is 20. Let this be the address location. ഇത് ശരിക്കും actual address location ആണ്, which I have obtained by running a piece of code in my C IDE. Then var equals 20. So ampersand var is 61FEC8. നേരത്തെ കേസിൽ I have written ip equals ampersand var. So ip equals ampersand var equals 61FEC8. So ip എന്ന് പറയുന്നത് is a pointer variable which stores the address location of var 61FEC8. ip എന്ന് പറയുന്നതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് വേറൊരു അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും, which is 64222216. All these are real time values. So ampersand ip, that means the address of ip will be 64222216. Now n equals star ip. ip എന്ന് പറയുന്നത് 61FEC8. Star ip gives value stored in address location which is mentioned in ip. So 61FEC8 is the address location mentioned in ip, and star of ip will give 20. So n equals star ip will at the end will give the value 20, and n will be stored with the value 20. This is how you access variables by using its address location or by using the pointer. Next, ഇത് ഞാനൊരു സാമ്പിൾ പ്രോഗ്രാം ആയിട്ട് എഴുതി അത് റൺ ചെയ്യിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഡിപിക്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, int var equals 20, then I declared a pointer variable ip equals ampersand var. So var എന്ന് പറയുന്ന വേരിയബിളിന്റെ address location is stored in ip. Then address of the var variable is being printed as ampersand var. Address stored in the variable ip, അതായത് ip യിൽ ഏത് അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് is being printed. Then why I wrote %x, because ഞാൻ നേരത്തെ പറഞ്ഞു address location is always a hexadecimal value. So for decimal values we make use of %d. For hexadecimal values we make use of %x. Hexadecimal values print ചെയ്യാൻ വേണ്ടിയിട്ടാണ് %x യൂസ് ചെയ്യുന്നത്. Then accessing the value using the pointer. Value of star ip, അതായത് ip എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലുള്ള വാല്യൂ ഏതാണെന്നുള്ളത് സ്റ്റോർ ചെയ്യാനായിട്ട് star ip. Then address of ip variable ampersand ip. This is the result.
Okay, so that comes to the conclusion of the basic introduction about pointers. Now, എന്തിനാണ് നമ്മൾ ഈ pointers എല്ലാം യൂസ് ചെയ്യുന്നത്? Mostly pointers are being used for if you are handling a large number of data, same as that of an array. So pointers ഉം arrayയും തമ്മിൽ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് next we are going to discuss. When an array is declared, compiler allocates a base address and sufficient amount of storage space. That is, if you are declaring an array, say for example in the x5, what is actually happening in the background is compiler array location x എന്ന് പറയുന്ന array locationന്റെ base address or starting address define ചെയ്യും, plus sufficient amount of storage will be allocated. So in the x5 എന്ന് പറയുന്ന array ആണെന്നുണ്ടെങ്കിൽ ഒരു address location will be allocated. Then what is happening is 5 consecutive integer locations will also be allocated. Base address is the address of the first element, that is the index 0 position of the array. The compiler also defines the array name as a constant pointer to the first element. ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ what the compiler will do is compiler ആ array നെയിമിനെ ഒരു constant pointer ആയിട്ട് കൂടി ഡിഫൈൻ ചെയ്യും. The constant pointer points to the first element. So in this example, in the x5, x of 5 equals 1, 2, 3, 4, 5 എന്ന് പറയുന്ന array ഞാൻ declare ചെയ്ത് initialize ചെയ്ത situationൽ these are the elements x of 0, x of 1, x of 2, x of 3 and x of 4. Sorry, this is x of 3. I will correct it. Okay, correct it. X of 3 and x of 4. Values 1, 2, 3, 4 and 5 will be stored. Let these be the address locations. Okay, so x is defined as a constant pointer pointing to the first element x of 0. X of 5 is actually x എന്ന് പറയുന്നത് actually ഒരു array ആണ്. പക്ഷേ while declaring this array element x, in the background what is being happened is x will be allocated 5 integer pointer locations and the base address of the array will be stored as a constant pointer inside x itself. So x എന്ന് പറയുന്ന ഒരു constant pointer will also be created which will point to the first element x0. So in short, x will be ampersand of x of 0, that is 64222008. Same program and same thing, I have written it as a program. Index equals 1, 2, 3, 4, 5. Then I am just printing the element, the value and the address. X of I, then value, then the address. This is the output. Here ഞാൻ ഈ address location hexadecimal അല്ല direct decimal convert ചെയ്തിട്ടുള്ള address location ആണ് ഇട്ടിരിക്കുന്നത്. വേറൊന്നുമില്ല, ചെറിയൊരു വേരിയേഷൻ മാത്രമേ കാണത്തുള്ളൂ. ഈ 222 എന്ന് പറയുന്നതിന് പകരം വേറെ ഏതെങ്കിലും രണ്ട് hexadecimal numbers ആയിരിക്കും. In short, എന്താണ് ഇത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യമേ, the array is the collection of consecutive memory locations, അല്ലേ? So if x of 0 is given the address 642208, then x of 1 should be 10, x of 2 should be 12, 3 should be 14, 4 should be 16. So actually array എന്ന് പറയുന്നത് consecutive memory locations തന്നെയാണ് allocate ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് കൂടെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. Okay. So for an array x, ampersand x0, x of 0 will return the first element, ampersand x of 5 will return the sixth element. ഇവിടെ ശരിക്കും പറഞ്ഞാൽ x of 5 എന്ന് പറയുന്ന ലൊക്കേഷൻ എംപ്റ്റി ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയെന്നുള്ളൂ. And in general, ampersand x of I will return the address location of the
i plus 1th element of array x. ഈ രീതിയിലും നമുക്ക് ഓരോ ഇൻഡിപെൻഡന്റ് എലമെന്റ്സിന്റെ അഡ്രസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് പ്രോഗ്രാമിൽ വേറൊന്നുമല്ല ചെയ്തത്, എല്ലാം ഏത് എലമെന്റ് ആണെന്നും ആ എലമെന്റിൽ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നതും അതിന്റെ ഡയറക്റ്റ് അഡ്രസ് ലൊക്കേഷനുമാണ് എടുത്തത്. സോ ഇത് നമ്മുടെ കൺവെൻഷണൽ വേ തന്നെയാണ്. ഐ പ്രിന്റഡ് ഐ എക്സ് ഓഫ് ഐ ദെൻ ആംപർസെന്റ് എക്സ് ഓഫ് ഐ. ഇതിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതിനെ നമ്മൾ ഡയറക്റ്റ് തന്നെയാണ് വാല്യൂസ് നമ്മൾ എടുത്ത് പ്രിന്റ് ചെയ്തത്. ഇനി സെയിം തിങ് ഇഫ് യു ആർ ഗോയിങ് ടു പ്രിന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോയിന്റേഴ്സ്, ഹൗ യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്, അതാണ് നെക്സ്റ്റ് പ്രോഗ്രാമിൽ ഞാൻ ഡെപിക്ട് ചെയ്യുന്നത്. ഹിയർ ഐ ആം declaring two variables. One is an integer variable I, second is a pointer variable p. Then x is defined, array x is defined as x of size 5 as 1 2 3 4 5. Then I have written p equals x. ഞാൻ പറഞ്ഞു x എന്ന് പറയുന്ന integer array നമ്മൾ define ചെയ്യുമ്പോൾ what is being created is 5 consecutive memory locations will be allocated and 1 2 3 4 5 all these digits will be stored in those memory locations. അത് കൂടാതെ തന്നെ a constant pointer with name x is created storing the base address of this array. അതായത് base address means the address of the first element. So ഞാൻ ഇവിടെ ചെയ്യുന്നത് വേറൊന്നുമല്ല, p എന്ന് പറയുന്നത് ഞാനൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തൊക്കെയാണ്. I am writing p equals x, which will give the whatever the address is there in x will be stored in p. Ease of use ന് വേണ്ടിയിട്ട് ചെയ്തതാണ്. Now I am directly printing the element, value and address. തൊട്ട് മുന്നത്തെ പ്രോഗ്രാമിൽ ഉള്ളതുപോലെ തന്നെ I am printing those. Only difference is I am printing I, then star of p and p. x of i എന്ന് പറയുന്നതിന് ഞാൻ ഡയറക്റ്റ് i തന്നെയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. പക്ഷെ വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് I made use of the value of operator or the star operator. So ഇവിടെ I is varying from 0 to 5 and I has to be incremented. During each increment of I am incrementing p also. So p plus plus is also being used here. So here this will give the element value, the index value 0 1 2 3 4. Okay, star p will give the value stored in address location which is stored in p, that is the base address location. First iteration case ആണ് ഞാൻ ഈ പറയുന്നത്. Then p will directly give you the address, കാരണം address ആണ് p യിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ. So first iteration കഴിയുമ്പോൾ I will be incremented to 1, p will be incremented to p plus plus. What p plus plus will do is the address location which is stored in p will be incremented. ഇനി എത്ര വച്ച് ഇൻക്രിമെന്റ് ചെയ്യുമെന്ന് വെച്ചാൽ what is the data type of the pointer variable, അതിനെ ബേസിക്കലി എത്ര ബൈറ്റ്സ് ആണ് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നത് അത്രയും വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. സോ ഇന്റ് സ്റ്റാർ പി എന്നാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. സോ ലെറ്റ് ഇഫ് പി ഈക്വൽസ് 642208, p plus plus will not give you 642209, it will give 642210. p will be incremented by 2. Why? Because it is being declared as a integer pointer and the basic integer will be allocated with a storage space of 2 bytes. അതുകൊണ്ട് തന്നെ I plus plus will give I equals I plus 1, whereas p plus plus will give p equals p plus size of the data type of the pointer. Okay, so I will be incremented by 1 and p will be incremented by 2. Now this will directly point the memory location of the next element in the array. So star p will give the next value of the next element and p will provide the address of the next element. So this goes on till I equals 4. When I becomes 5, condition will become false and this program will be terminated.
and the end result will be elements will be displayed as x of 0, x of 1, x of 2, x of 3 and x of 4. Values which are stored are 1, 2, 3, 4, 5 which are given as star p. That means star is the value of operator. Star p means whatever value is being stored in p, a particular value in the compiler will treat it as an address location, and star p will give the value which is stored in that particular address location. So p ilulla value ne oru address aayittu treat cheyidittu aa address il endano ullathu that value will be printed by using star p. And next is p, simply it will print the address location only. So all the address locations will also be printed. So this is how you can access the elements of an array by using pointer variable. So ആദ്യം നമ്മൾ നോക്കിയത് how to ആദ്യം നമ്മൾ എഴുതിയ പ്രോഗ്രാം എന്ന് വെച്ചാൽ we accessed the array values by directly using the എന്താണ് conventional method x of 0, x of 1, x of 2 അല്ലെങ്കിൽ x of I എന്ന് പറയുന്ന മെത്തേഡ് വെച്ചാണ് വാല്യൂസ് എടുത്തത്. പക്ഷേ in this case we made use of the pointer variable. We directly accessed the address in which the elements are being stored and the values are displayed from the direct addressing of the address locations. That is the difference. So ഇന്നത്തേക്ക് for the today's lecture I think നമുക്ക് ഇത് wind up ചെയ്യാം. You guys go through this concept very thoroughly because pointers എന്ന് പറയുന്ന concept എന്ന് പറയുന്നത് actually വലിയ പ്രശ്നമുള്ള ഒരു സംഭവമല്ല. പക്ഷെ ആ പ്രോപ്പർ പോയിന്ററിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ആംപർസാൻഡ് ഓപ്പറേറ്ററിന്റെയും സ്റ്റാർ ഓപ്പറേറ്ററിന്റെയും ഒക്കെ കൺസെപ്റ്റ് പക്ക ആയിട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ this will be one of the most difficult topics which you will face in programming in C. Okay, pointers എന്ന് പറയുന്നത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, പോയിന്റർ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർസ് ദി മെമ്മറി ലൊക്കേഷൻ ഓഫ് എ വേരിയബിൾ. പക്ഷെ ഇതിന്റെ പ്രോപ്പർ കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തലയ്ക്കകത്ത് കത്തിയില്ല എന്നുണ്ടെങ്കിൽ it will create problems of its own because pointers are going to be used in functions, in data structures. So വലിയ ഡേറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമുക്ക് എപ്പോഴും പോയിന്റേഴ്സ് യൂസ് ചെയ്ത് വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് ആക്സസ് ചെയ്യുന്നതാണ് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഈസ് ഓഫ് യൂസ് ആയിട്ടുള്ളത്. സോ ഈ കൺസെപ്റ്റ് നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പോയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. സോ മൈ അഡ്വൈസ് ഈസ് റൈറ്റ് ആസ് മെനി പ്രോഗ്രാംസ് ആസ് യു ക്യാൻ. വെറുതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് എൻ്റർ ചെയ്യുക, അതിന്റെ വേരിയബിൾസിന്റെ അഡ്രസ് ലൊക്കേഷൻസ് എടുക്കുക, എന്നിട്ട് ആ അഡ്രസ് ലൊക്കേഷനെ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് എന്തുവാണ് ഡയറക്ട്ലി അഡ്രസ്സിൽ നിന്നും ഡയറക്റ്റ് നിങ്ങൾ പോയിന്റേഴ്സ് യൂസ് ചെയ്ത് തന്നെ വാല്യൂസ് എടുക്കുക. അപ്പൊ അങ്ങനെയുള്ള പല പല പ്രോഗ്രാംസ് നിങ്ങൾ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക by referring any text or any other material. I will also share some material regarding some basic examples by using pointers. So pointers എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ എന്തുവാണ് മനസ്സിലാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ it will create lot of difficulties. ഒരു ചെറിയ ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് we will wind up this session. Rules for pointer operations. ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയേണ്ടതായിട്ടില്ല. These are the rules to be followed while you are operating with pointers. 10 rules ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. A pointer variable can be assigned the address of another variable. That is the basic definition. Pointer variable can be assigned the address of another variable as well as pointer variable. So ഒരു പോയിന്റർ വേരിയബിളിൽ വേറൊരു വേരിയബിളിന്റെയോ വേറൊരു പോയിന്റർ വേരിയബിളിന്റെയോ അഡ്രസ് സ്റ്റോർ ചെയ്യാം. Then a pointer variable can be initialized with null or zero value. What is the difference between null and zero? ഒരു വേരിയബിളിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു വാല്യൂം വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ we can call it as a null value.
That means null is actually something which is not defined, which is non-zero, but which will be having some junk value. Zero എന്ന് പറയുന്നത് is not null. Zero എന്ന് പറയുന്നത് actually ഒരു well defined value തന്നെയാണ്. So a pointer variable can be initialized with null as well as zero value. Then pointer variable can be prefixed or postfixed with increment or decrement operators. നമ്മൾ ഇത് തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ പോയിന്റേഴ്സ് യൂസ് ചെയ്ത് അറേ എലമെന്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന എക്സാമ്പിളിൽ നമ്മൾ ഇത് കണ്ടതുമാണ്. Then integer value may be added or subtracted from a pointer variable. That is also possible. That means if I define a pointer variable as int star p, I can write p plus 2. It will not cause any problem. When two pointers point to the same array, one pointer variable can be subtracted from another. അതായത് അറേയുടെ കേസിലാണ് പറയുന്നത്, രണ്ട് പോയിന്റേഴ്സ് ഒരേ അറേയിലേക്ക് പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം one pointer variable can be subtracted from another pointer variable. അല്ലാത്ത കേസസിൽ ഈ ഒരു ഓപ്പറേഷൻ is not possible. When two pointers point to object of same data type, they can be compared using relational operators. Then next point is a pointer variable cannot be multiplied with a constant. നേരത്തെ പറഞ്ഞു, in the fifth point, an integer value may be added or subtracted from a pointer variable. It is perfectly fine, but you cannot multiply a constant value with a pointer variable. That is not possible. Then two pointer variables cannot be added. And finally, a value cannot be assigned to an arbitrary address. അതായത് arbitrarily ആയിട്ട് ഒരു അഡ്രസ് ലൊക്കേഷൻ നമുക്ക് ഒരിക്കലും പോയിന്റർ വാല്യൂയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. That means ampersand x equals 10 എന്ന് പറയുന്നത് is not possible. If you write, say for example, in star p and star p equals 5600, then that means p എന്ന് പറയുന്ന വാല്യൂ പോയിന്റർ വേരിയബിൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ 5600 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. ബട്ട് ആംപർസാൻഡ് എക്സ് ഈക്വൽസ് 10 മീൻസ് എക്സ് എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് ആർബിറ്ററലി നമ്മളൊരു അഡ്രസ് ലൊക്കേഷൻ ഫോഴ്സ്ഫുള്ളി അസൈൻ ചെയ്യുകയാണ്, വിച്ച് ഈസ് ആൻ ഇല്ലീഗൽ ഓപ്പറേഷൻ. സോ ദീസ് ആർ ദി in quotes golden rules for pointer operations. You be very thorough with these rules. These may be asked in your examination as well. So ഇതോടുകൂടി നമുക്ക് പോയിന്റേഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് നമുക്ക് നിർത്താം. സോ പോയിന്റേഴ്സിന് ഇതോടുകൂടി നിൽക്കുന്നില്ല, ഇനിയും കുറച്ചുകൂടെ പോയിന്റേഴ്സിലുള്ള കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാനുണ്ട്. So those things we will discuss in next class or in future classes. So that's all. Thank you.